പോലീസിനും പ്രതിക്കുമെതിരെ ഗുരുതര ആരോപണവുമായി കായംകുളത്ത് ലൈംഗികാതിക്രമം നേരിട്ട യുവതി. പരാതി നൽകരുതെന്ന് പ്രതിയും സുഹൃത്തുക്കളും ഭീഷണിപ്പെടുത്തി. പരാതി നൽകാതിരുന്നാൽ ലക്ഷക്കണക്കിന് രൂപ നൽകാമെന്ന് വാഗ്ദാനം ചെയ്തു. പോലീസിൽ നിന്നുണ്ടായത് പ്രതിയെ സംരക്ഷിക്കുന്ന നിലപാടാണെന്നും കോടതിയെ സമീപിക്കുമെന്നും യുവതി റിപ്പോർട്ടറിനോട് പറഞ്ഞു. വാഹനാപകടത്തിൽ പരിക്കേറ്റ് വഴിയരികിൽ നിസ്സഹായാവസ്ഥയിൽ കിടന്നൊരു പെൺകുട്ടി. ആ പെൺകുട്ടിക്ക് മുന്നിലേക്ക് രക്ഷകനായി ഒരാൾ എത്തുകയാണ്. അയാൾ തന്നെ ജീവിതത്തിൽ ഒരു വില്ലനായി മാറിയതിൻ്റെ അനുഭവമാണ് ഇപ്പോൾ എൻ്റെ മുമ്പിൽ നിൽക്കുന്ന പെൺകുട്ടിക്ക് പറയാനുള്ളത്. 3-ാം തീയതിയാണല്ലേ സംഭവം ഉണ്ടാകുന്നത്? 3-ാം തീയതി രാത്രിയോടെയാണ്. അപ്പം ഞങ്ങൾ വരുന്ന വഴിയിൽ ആള് മയങ്ങിപ്പോയെന്നോ, ക്ഷീണം ഉണ്ടായിരുന്നു, മയങ്ങിപ്പോയി. ഡിവൈഡറിലിടിച്ച സമയത്ത് ആദ്യം അവിടെ ഒരു പെട്ടിയാട്ട വന്ന് അതിൽ 2 ചേച്ചിമാരും ഒരു ചേട്ടനും ഉണ്ടായിരുന്നു. അപ്പം ബ്രീത്ത് ഔട്ടായി. ചേട്ടൻ്റെ അടുത്ത് ഞാൻ ചേട്ടൻ വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് എടുക്കാൻ പറഞ്ഞു. എൻ്റെ കാലൊക്കെ ലോക്കായിട്ടുണ്ടായിരുന്നു. വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് എടുക്കാൻ പറഞ്ഞ് അപ്പം ആ സമയത്ത് ഇടിച്ച ശബ്ദം കേട്ടിട്ടാണ് ഈ പറയുന്ന വ്യക്തി വന്നത്, അതായത് സുനിൽ സവാദ് അവിടെ വരുന്നത്. വന്ന് എന്നെ നടത്തി കൊണ്ടുവരണം വഴിക്ക്, അതായത് ഈ പെട്ടിയാട്ടയിൽ വേണം ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ ആ സമയത്ത്. അപ്പോൾ ഈ പുള്ളിക്കാരൻ നടത്തുന്ന വഴിക്ക് എനിക്ക് ബ്ലറായി തുടങ്ങിയപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞ് ഞാൻ ഇരിക്കട്ടെ, നടത്തല്ലേ എന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞ് ഇരിക്കണ്ട, എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി എൻ്റെ നെഞ്ചു ഭാഗത്തൂടെ കൈ വെച്ചിട്ട് തന്നെ എടുക്കാൻ നോക്കി. അപ്പം മറ്റേ പെട്ടിയാട്ടയിൽ വന്ന ചേട്ടൻ എൻ്റെ കാലിലേക്കും പിടിച്ചു. ഈ പുള്ളി എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല എന്നും അത്രയും ക്ഷീണമാണോ അവശയാണോ എന്ന് പുള്ളിക്ക് മനസ്സിലായിട്ട് പുള്ളി അടുത്ത വണ്ടിയിലേക്ക് എന്നെ കൊണ്ടുവന്ന സമയത്ത് പുള്ളിക്ക് വേണ്ട ഇത് തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ആ വേദന കൊണ്ട് കരയുന്നുണ്ട്. പക്ഷെ കൂടെ ഉള്ളവർ ഞാൻ ആക്സിഡൻറ്റിൽ പറ്റിയ വേദന കൊണ്ട് കരയുകയാണെന്നാണ് അവർ വിചാരിക്കുക. എനിക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ട്, പ്രതികരിക്കാനുള്ള ആവതില്ലായിരുന്നു ആ സമയത്ത്. എന്നെ എക്സ്റേ എടുക്കാൻ കൊണ്ടുപോയപ്പം എക്സ്റേ റൂമിൽ നിന്ന ഡോക്ടർ ലേഡിയായിരുന്നു. അവരെൻ്റെ വസ്ത്രം മാറ്റുന്ന സമയത്താണ് എൻ്റെ ശരീരത്തിൻ്റെ പാടുകൾ കണ്ടിട്ട് ഇത് ആക്സിഡൻറ്റിൽ ഉണ്ടായതല്ല, ഇത് എന്താണെന്ന് ചോദിച്ചെടുത്ത് ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് പോയി, ഞാൻ കരഞ്ഞുപോയി. അതിനുശേഷം അവിടെ പോലീസ് വന്ന് ഞാൻ നടന്ന സംഭവങ്ങൾ വിവരിച്ച് അപ്പം തന്നെ പുള്ളിയുടെ ഒരു സുഹൃത്ത്, സുനിൽ സവാദിൻ്റെ ഒരു സുഹൃത്ത് ഫണ്ട് ഓഫർ ചെയ്തു. 10-25 ലക്ഷം രൂപ തരാം, എന്തിനാ വെറുതെ ഇതിനൊക്കെ കേസ് കൊടുക്കണേ, ആ കേസൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങ് പൊയ്ക്കോന്നു. അപ്പോൾ പോലീസ് എൻ്റെ അടുത്ത് പറയണത് ആക്സിഡൻറ്റ് പറ്റിയ പരിക്കുള്ള ഞാൻ കൊല്ലത്ത് വരെ പോയിട്ട് അടുത്ത ദിവസം രാവിലെ സ്റ്റേഷനിൽ പോയി അപ്പോൾ FIR ഇടാം. പോലീസിൽ നിന്ന് വീണ്ടും ഒരു നടപടിയൊന്നും ഉണ്ടാവാത്തപ്പോൾ അവരെ ബന്ധപ്പെട്ടിരുന്നു, അവരെന്താ പറയുന്നത്? ഞാൻ വിളിച്ചു. ഞാനൊരു കേസ് കൊടുത്ത് ഒരു 5-6 ദിവസം കഴിഞ്ഞിട്ട് 2-3 പ്രാവശ്യമായിട്ട് വിളിച്ചപ്പോഴെല്ലാം എനിക്ക് വന്ന മറുപടി കേസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ സ്റ്റേറ്റ്മെൻ്റൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ അറിവിൽ ബാക്കി ഞാൻ പുറമെ തിരക്കിയതും വെച്ചിട്ട് അങ്ങനെ ഒരു FIR ഇട്ട് കഴിഞ്ഞാൽ സെക്ഷൽ അബ്യൂസിങ്ങിൻ്റെ കേസ് വന്നു കഴിഞ്ഞാൽ മാക്സിമം 2 or 3 days അതിനകത്ത് ആളെ അറസ്റ്റ് ചെയ്യേണ്ടതാണ്. ഇതുവരെ അതൊന്നും ഉണ്ടായിട്ടില്ല. ആദ്യത്തെ 2 ദിവസം ഒളിവിൽ പോയിരുന്ന ആൾ 3ൻ്റെ അന്നോട്ട് സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ കൂടെ തന്നെ ധൈര്യമായിട്ട് നടക്കുന്നുണ്ട്. പാർട്ടിയുടെ ഇലക്ഷനിലും മറ്റേ കലാശക്കൊട്ടിലും ഒക്കെ ധൈര്യമായിട്ട് അയാൾ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ അയാൾക്ക് ആ ധൈര്യം പിന്നീട് കിട്ടിയിട്ടല്ലേ. ഇനിയിപ്പോൾ എങ്ങനെയാ കോടതിയിലേക്ക് പോകാൻ? ഇനിയിപ്പോൾ നേരിട്ട് കോടതിയിൽ പോയിട്ട് അവിടുന്ന് നീതി കിട്ടുമെന്ന് നോക്കാം. അതേ ഇനി വഴിയുള്ളൂ. അങ്ങേയറ്റം നികൃഷ്ടമായ ഒരു അനുഭവമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. അതിൽ അടിസ്ഥാനപരമായി സ്വീകരിക്കേണ്ട നിയമ നടപടികൾ പോലും സ്വീകരിക്കാൻ പോലീസ് ഇതേവരെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഗുരുതരമായിട്ടുള്ള വീഴ്ചയായിട്ട് കാണേണ്ടത്. ഇനി ആരെ സമീപിക്കും എന്നുള്ളതാണ് ഉയരുന്ന ചോദ്യം. വീഡിയോ ജേർണലിസ്റ്റ് സച്ചിൻ ചന്ദ്രയ്ക്കൊപ്പം റിപ്പോർട്ടർ ഹരിമോഹൻ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം. ഹരിമോഹൻ കൂടുതൽ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. ഹരി, എത്രത്തോളം പൈശാചികമായ ഒരു അതിക്രമമാണ് യുവതി നേരിടേണ്ടി വന്നത് എന്ന് നോക്കൂ. ഒരു അപകടം പറ്റി റോഡരികിൽ കിടക്കുകയായിരുന്നു. അവിടെ നിന്ന് രക്ഷിക്കാൻ എന്ന ഭാവേന എത്തിയ ആളുകൾ അത്രത്തോളം അതിക്രൂരമായി ആ യുവതിയെ ആക്രമിച്ചിരിക്കുന്നു. നീതി തേടി പോലീസ് സ്റ്റേഷനിൽ സമീപിക്കുമ്പോൾ അവിടെ നിന്നും നീതി ലഭിക്കാത്ത ഒരു സാഹചര്യം. എന്താണ് പോലീസ് ഈ പ്രതിയെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു നിലപാടിലേക്ക് കടക്കാൻ കാരണം ഹരി? തീർച്ചയായിട്ടും അങ്ങനെ ഒരു അപകടത്തിൽപ്പെട്ട് ആ പെൺകുട്ടി അവിടെ റോഡരികിൽ കിടക്കുന്ന സമയത്ത് ഒരു കൈ നീണ്ടു ചെല്ലുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും തനിക്ക് അവിടെ നിന്ന് ആ വേദനയിൽ നിന്ന് രക്ഷപ്പെടാം, പെട്ടെന്ന് ആശുപത്രിയിൽ എത്താം എന്നതടക്കം ഒരുപാട് കാര്യങ്ങൾ ആ കുട്ടി ആ സമയത്ത് ചിന്തിച്ചിട്ടുണ്ടാവും. ഒരുപാട് ആശ്വാസമായിട്ട് ആ രക്ഷാകരങ്ങളെ തോന്നിയിട്ടുണ്ടാവണം. പക്ഷേ ആ എത്തിയ രക്ഷകൻ അല്ലെങ്കിൽ രക്ഷപരിവേഷം അണിഞ്ഞിട്ടുള്ള ആ വ്യക്തിയുടെ ഉദ്ദേശം മറ്റൊന്നായിരുന്നു എന്നുള്ളത് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അത് ആ പെൺകുട്ടിയുടെ ആരോപണവും അതിനോടൊപ്പം തന്നെ അതിനെ സാധൂകരിക്കത്തക്ക രീതിയിലുള്ള ഡോക്ടറുടേതടക്കമുള്ള മൊഴികൾ കൂടി ഈ കേസിന് ആസ്പദമായി വരും എന്നുള്ളതാണ്. അത് പോലീസ് കൃത്യമായി അതിൽ ഇടപെടേണ്ടിയിരുന്നു എന്നുള്ളതാണ്. അതിൽ 3-ാം തീയതി രാത്രി നടന്ന സംഭവത്തിൽ ഇന്നിപ്പോൾ 12-ാം തീയതി ആയിരിക്കുന്നു. ഇതേവരെ സാധാരണ ലൈംഗികാതിക്രമ കേസിൽ എത്ര വേഗത്തിൽ വൈദ്യപരിശോധന നടത്തേണ്ടി വരും എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. കാരണം ഇതിനു മുമ്പ്
മുമ്പ് ഒരുപാടധികം കേസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ രാത്രിയിൽ എന്നങ്ങനെ സംഭവം ഉണ്ടായി. അടുത്ത ദിവസം പരാതി കൊടുക്കുന്നു. പരാതി കൊടുത്ത് അതിൽ FIR രജിസ്റ്റർ ചെയ്യാൻ തീരുമാനിക്കുന്ന ഘട്ടത്തിൽ തന്നെ വൈദ്യപരിശോധന നടത്തേണ്ടതാണ്. പക്ഷേ അവിടെ വൈദ്യപരിശോധന നടക്കുന്നില്ല. അതിനുശേഷം രേഖപ്പെടുത്തേണ്ട രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നില്ല. അതിൽ തുടർ നടപടികളിലേക്ക് ഒന്നും തന്നെ പോലീസ് കടക്കുന്നില്ല. അത് പലവട്ടം പറഞ്ഞതിന് ശേഷം മാത്രമാണ് അതിലൊരു FIR പോലും രജിസ്റ്റർ ചെയ്യാൻ പോലീസ് തയ്യാറായത്. അതും FIR രജിസ്റ്റർ ചെയ്യുന്ന ഏത് സാഹചര്യത്തിലാണെന്ന് കൂടി അതിൽ പെൺകുട്ടി എടുത്തു പറയുന്നുണ്ട്. അതായത് താൻ അവിടെ നിന്നും മടങ്ങുന്നു, അതായത് ആശുപത്രിയിൽ നിന്നും മടങ്ങുന്നു, കായംകുളത്താണ്, അതായത് ആലപ്പുഴ ജില്ലയിലാണ്. അവിടെ നിന്ന് നേരെ കൊല്ലത്ത് പോയിട്ട്, അതായത് കൊല്ലത്താണ് ആ പെൺകുട്ടിയുടെ നാട്. അപ്പോൾ കൊല്ലത്ത് പോയിട്ട് ആ പെൺകുട്ടിക്ക് തിരിച്ചു വരണം. അങ്ങനെ തിരിച്ചു വന്ന് വീണ്ടും പോലീസിനെ കാണേണ്ടി വരുന്നു FIR രജിസ്റ്റർ ചെയ്യാൻ. അതായത് ആ അപകടത്തിൽ നിന്നുണ്ടായ മുറിവുകളുണ്ട്, അതിൽ നിന്നുണ്ടായ ചില പരിക്കുകളുണ്ട്. ഇപ്പോഴും ആ കുട്ടിയുടെ ഷോൾഡറിനടക്കം ആരോഗ്യസ്ഥിതി പഴയ പോലെ വീണ്ടെടുത്തിട്ടില്ല. ഇപ്പോഴും അതിന് ചികിത്സയിലാണ്. അപ്പോൾ അന്ന് ആ ദിവസങ്ങൾക്കുള്ളിൽ വീണ്ടും യാത്ര ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥയിലാണ്. അപ്പോൾ വീണ്ടും പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങിയപ്പോൾ മാത്രമാണ് FIR രജിസ്റ്റർ ചെയ്യുന്നത്. പക്ഷേ FIR മാത്രമേ രജിസ്റ്റർ ചെയ്തുള്ളൂ. അതിൽ ഒരു നടപടിയും ഉണ്ടായില്ല. ചോദിച്ചപ്പോൾ പറയുന്നത്, ഇപ്പോഴും നമ്മൾ കായംകുളം പോലീസിനെ ബന്ധപ്പെടുമ്പോൾ അവർ പറയുന്നത് ഈ പ്രതിക്ക് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്, അതിന്റെ തുടർ നടപടികളിലേക്ക് പോലീസ് കടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇത്ര ദിവസമായിട്ടും, അതായത് 9 ദിവസം ഇതിന്റെ ഇടയ്ക്ക് കഴിഞ്ഞുപോയി. അതിനിടയ്ക്ക് നോട്ടീസ് കൊടുക്കൽ എന്നുള്ള കലാപരിപാടി മാത്രമേ പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടന്നിട്ടുള്ളൂ എന്ന് പറയുമ്പോഴാണ് അവിടെ ഈ സ്വാധീനം എന്ന് പറയുന്ന ഈ പെൺകുട്ടി ഉയർത്തുന്ന വലിയ രീതിയിലുള്ള ആക്ഷേപം അത് ശരിയാണെന്നുള്ള രീതിയിലുള്ള സംശയത്തിന് ബലം വരുന്നത്. കാരണം ഇയാൾ ചില രാഷ്ട്രീയ ബന്ധങ്ങളുണ്ട്. മാത്രമല്ല വ്യാപാരി വ്യവസായിയുടെ ആലപ്പുഴ യൂണിറ്റ് പ്രസിഡന്റാണ് ഈ പറയുന്ന ആരോപണ വിധേയൻ. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് കൃത്യമായി പോലീസിനകത്ത് ബന്ധങ്ങൾ ഉണ്ടാകാം. അതിൽ അന്വേഷണത്തെ സ്വാധീനിക്കാൻ കഴിഞ്ഞേക്കാം. അതായിരിക്കാം ഈ അന്വേഷണം ഇപ്പോഴും മന്ദഗതിയിൽ നീങ്ങാനുള്ള കാരണം എന്നുള്ളതാണ് ഉയരുന്ന ആരോപണം. എന്തായാലും കായംകുളം പോലീസിനെ സംബന്ധിച്ച് ഇതിൽ ഗുരുതരമായ വീഴ്ച വന്നിട്ടുണ്ടെന്ന് പ്രത്യക്ഷത്തിൽ തന്നെ പ്രകടമായിരിക്കുകയാണ്. തീർച്ചയായും ഹരിമോഹനാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഹരിമോഹൻ, അങ്ങനെ നീതി തേടി ആ പെൺകുട്ടി കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണല്ലേ? അത് തീർച്ചയായിട്ടും കോടതിയെ സമീപിക്കുക എന്നത് മാത്രമാണ് ഇനി മുന്നിലുള്ള ഒരു വഴി എന്നുള്ളതാണ് പെൺകുട്ടി പറയുന്നത്. കാരണം പോലീസിന്റെ അടുത്ത് പലവട്ടം ചെന്ന് സംസാരിച്ചു. പക്ഷെ പോലീസിൽ സംസാരിച്ച ശേഷവും ഈ ഭീഷണി തുടർന്നു. അതായത് FIR രജിസ്റ്റർ ചെയ്തതിന് ശേഷവും ഭീഷണി തുടർന്നു. ചില ഓഫറുകൾ അവർ മുന്നോട്ട് വെച്ചു, ലക്ഷക്കണക്കിന് രൂപ തരാമെന്നുള്ള ഓഫറുകൾ മുന്നോട്ട് വെച്ചപ്പോൾ പോലീസിൽ നിന്ന് ഇനി കാര്യമായി നീതിയൊന്നും ലഭിക്കില്ല, അല്ലെങ്കിൽ തുടർ നടപടികൾ ഉണ്ടാവില്ല എന്നുള്ളത് വ്യക്തമായതോടുകൂടിയാണ് കോടതി വഴി നീങ്ങിക്കൊണ്ട് പോലീസിനെ കൊണ്ട് ഇതിന്റെ നടപടികളിലേക്ക് കടത്താം എന്നുള്ള ഒരു ചിന്തയിലേക്ക് പെൺകുട്ടി എത്തിയിരിക്കുന്നത്. അധികം വൈകാതെ തന്നെ ഈ ഒരാഴ്ചക്കുള്ളിൽ തന്നെ കോടതിയെ ബന്ധപ്പെടാനുള്ള നീക്കത്തിലാണ് പെൺകുട്ടി എത്തിച്ചേർന്നിരിക്കുന്നത്. എന്തായാലും പെൺകുട്ടിയെ സംബന്ധിച്ച് കൂടുതൽ സഹായിക്കാൻ ആരുമില്ല, ഒരുപാട് ബന്ധുക്കളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ച് ഈ ദിവസങ്ങൾ വളരെ പ്രയാസമുള്ളതായിരുന്നു എന്നുള്ളത് നമുക്ക് ആ വാക്കുകളിൽ നിന്ന് മനസ്സിലാകും. ഇനിയിപ്പോൾ വേണ്ടത്, ഇപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ വൈദ്യപരിശോധന ഇനിയും നടത്താവുന്നതാണ്, രഹസ്യമൊഴി രേഖപ്പെടുത്താവുന്നതാണ്. ഇതിന്റെ സാങ്കേതികമായ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചുകൊണ്ട് പ്രതിയുടെ അറസ്റ്റ് വരെ രേഖപ്പെടുത്തേണ്ട സാഹചര്യം നിലവിലുണ്ട്. അതിന് കോടതി മാത്രമാണ് ഏക പോംവഴി എന്നുള്ളതാണ് പെൺകുട്ടി പറയുന്നത്. ഓക്കെ, ഹരിമോഹനാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.